Good morning everyone. Welcome back to online class on customs duty and overview. So last ക്ലാസ്സിൽ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം മൊഡ്യൂൾ 1 നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നും അതിൻ്റെ കുറേ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ 2 ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് GSTയും ഒന്ന് കസ്റ്റംസ് ഡ്യൂട്ടിയും. ഈ സെമസ്റ്ററിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് പഠിക്കുന്നത്. അപ്പം മൊഡ്യൂൾ 2 നിന്നാണ് ശരിക്കും കസ്റ്റംസ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ മൊഡ്യൂൾ 2 കസ്റ്റംസ് ആക്ട്. അപ്പം ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈ ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ വന്നതിനെ പറ്റി പറയാം. പണ്ട് ഇന്ത്യയിൽ രാജാവിൻ്റെയൊക്കെ ഭരണം ആ ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവിൻ്റെ സ്ഥലത്തുനിന്ന് വേറൊരു രാജാവിൻ്റെ രാജ്യത്തേക്ക് പോകുമ്പം അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് ചെന്ന് നമ്മൾക്ക് സാധനം വിൽക്കണം, അവിടുത്തെ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് വിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ രാജാവിൻ്റെ മുമ്പിൽ ആദ്യം നമ്മുടെ പ്രോഡക്റ്റ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. ആ രാജാവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പം ആ രാജാവിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവിടുത്തെ മാർക്കറ്റിൽ വിൽക്കാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു കസ്റ്റമറി പ്രാക്ടീസാണ്. അപ്പോൾ ഈ കസ്റ്റമറി പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഡെമോക്രസിയായി മാറിയപ്പോഴും ഫോളോ ചെയ്ത് അതിനെ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ആക്കിയത്. അതായത് നമ്മൾ ഇന്ത്യയിലേക്ക് ഗുഡ്സ് വരുമ്പോഴും അതുപോലെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഗുഡ്സ് പോകുമ്പോഴും ഇതിനൊരു ടാക്സ് കൊടുക്കണം. ഈ ടാക്സിനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. ഡ്യൂട്ടി എന്ന് വെച്ചാൽ ടാക്സ് എന്നാണ്. അത് ഗുഡ്സിൻ്റെ പുറത്ത് ലെവി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. സോ കസ്റ്റംസ് ഡ്യൂട്ടി refers to the duty levied on the import of the goods as well as on the export of the goods. So import എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് ഗുഡ്സ് വരുന്നത്, എക്സ്പോർട്ട് എന്ന് വെച്ചാൽ പുറത്തോട്ട്, ഇന്ത്യക്ക് പുറത്തോട്ട് ഗുഡ്സ് കൊടുക്കുന്നത്, കയറ്റുമതി എന്ന് പറയും. അപ്പം ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും കൊടുക്കേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ കൊടുക്കേണ്ട ടാക്സിനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ഓൺ ദ ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ദ കൺട്രി ഈസ് കോൾഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി. എളുപ്പമാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സിൻ്റെ പേര് ഇമ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള ടാക്സ് എക്സ്പോർട്ട് ഡ്യൂട്ടി. ഓക്കെ. സോ കസ്റ്റംസ് ഡ്യൂട്ടിയെ പറ്റി മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ്, ബേസിസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ഡ്യൂട്ടി. അപ്പം നമുക്ക് ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഫിക്സ് ചെയ്യാൻ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. Import duty and export duty may be determined on the following two bases. First one, ad valorem basis അല്ലെങ്കിൽ ad valorem duty. രണ്ടാമത്തത് സ്പെസിഫിക് ഡ്യൂട്ടി. ഇപ്പോൾ ഈ രണ്ട് ബേസിൽ അല്ലെങ്കിൽ ആഡ് വലറം സ്പെസിഫിക് ഈ രണ്ട് ബേസിസിലാണ് നമ്മൾ ഡ്യൂട്ടി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആഡ് വലറം ഡ്യൂട്ടി. ആഡ് വലറം ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി which is levied on the basis on valuation of goods. അതായത് ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ ബേസിസിലാണ് ഈ ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ ഗുഡ്സിനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഗുഡ്സിനെ ആഡ് വലറം ഡ്യൂട്ടിയുടെ ബേസിൽ ഡ്യൂട്ടി ഫിക്സ് ചെയ്യണമെന്നും ഏതൊക്കെ ഗുഡ്സിന് സ്പെസിഫിക് ഡ്യൂട്ടിയുടെ ബേസിൽ കൊടുക്കണമെന്നും ഇതൊക്കെ നമ്മൾ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ പഠിക്കും. സോ എനിവേ ആഡ് വലറം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പ്രൈസിൻ്റെ ബേസിലാണ് ഫിക്സ് ചെയ്യുന്നത്. ദ വാല്യുവേഷൻ ഇൻ മണി ടേം മേ ബി ആസ് പെർ താരിഫ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നോഷണൽ വാല്യൂ ഫിക്സ്ഡ് ബൈ ദ ബോർഡ് ഓർ അസസബിൾ വാല്യൂ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ വാല്യൂ. അപ്പം ഇതിൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ ബേസിലാണ് ആഡ് വലറം ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ രണ്ട് വാല്യൂ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് താരിഫ് വാല്യൂ അല്ലെങ്കിൽ നോഷണൽ വാല്യൂ. ഇതെന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. എന്താണ് ഞാൻ പറഞ്ഞത്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അതാണ് CBIC. ഇതാണ് ഫുൾ ഇൻഡയറക്റ്റ് ടാക്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു അതോറിറ്റി കൊടുത്തിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പവറുള്ള ഒരു ബോർഡ് എന്ന് പറയുന്നതാണ് CBIC. ഇവരാണ് ഫുൾ ഇൻഡയറക്റ്റ് ടാക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡ് ഫിക്സ് ചെയ്യുന്ന വാല്യൂവിനെയാണ് താരിഫ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഒന്നുകിൽ താരിഫ് വാല്യൂവിൻ്റെ ബേസിലെടുക്കും, അല്ലെങ്കിൽ അസസബിൾ വാല്യൂ ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ വാല്യൂ, അതായത് അതിൻ്റെ ആക്ച്വൽ പ്രൈസിൻ്റെ ബേസിലെടുക്കും. പ്രൈസ് ഒന്നും ഇല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ താരിഫ് വാല്യൂവിൻ്റെ ബേസിലായിരിക്കും കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് വലറം ഡ്യൂട്ടി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു വാല്യൂ ഫിക്സ്ഡ് ആസ് എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ദ ഇൻവോയ്സ് വാല്യൂ ഓർ
ഡ്യൂട്ടിയബിൾ വാല്യൂ. ഇപ്പം അതിൻ്റെ ഇൻവോയ്സ് ഞാൻ പറഞ്ഞു, പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ ആഡ് വാലറം ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത്. അതൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഇവിടെ പ്രൈസ് കൂടുന്നതിൻ്റെ അനുസരിച്ച് ടാക്സിൻ്റെ വാല്യൂവും കൂടും. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ടാക്സിൻ്റെ വാല്യൂവും കുറയും. സോ ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈ ആഡ് വാലറം ഡ്യൂട്ടി ആൻഡ് ദ പ്രൈസ്. ഓക്കെ, പ്രൈസിൻ്റെ ഒരു പെർസെൻറ്റേജിൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ആഡ് വാലറം ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ MRP വാല്യൂ അങ്ങനെയല്ല എടുക്കുന്നത്. രണ്ട് വാല്യൂ ഉള്ളത്, ഒന്നുകിൽ അതിൻ്റെ താരിഫ് വാല്യൂ അല്ലെങ്കിൽ അസസബിൾ വാല്യൂ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ബേസിസ്. ഇനി രണ്ടാമത്തത് സ്പെസിഫിക് ഡ്യൂട്ടി. സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂട്ടി വിച്ച് ഈസ് ലെവീഡ് ഓൺ certain physical measurement of goods such as weight, length, വോളിയം, തിക്നെസ് എക്സെട്ര ഓഫ് ദ ഐറ്റം. അപ്പം ഇവിടെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിൻ്റെ ബേസിലല്ല, പ്രോഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചറിൻ്റെ ബേസിലായിരിക്കും. അതായത് അതിൻ്റെ വെയ്റ്റോ അതിൻ്റെ വോളിയമോ ലെങ്ത്തോ, അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ ബേസിലായിരിക്കും ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. സോ കാൽക്കുലേഷൻ ഓഫ് ഡ്യൂട്ടി പേബിൾ ഈസ് കമ്പാരിറ്റബിളി ഈസി. മറ്റൊരിടത്താകുമ്പോൾ വാല്യൂ കണ്ടുപിടിക്കണം. താരിഫ് വാല്യൂ ഇല്ലെങ്കിൽ അടുത്ത എന്ത് ചെയ്യണം? അസസബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നിൽക്കണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഗുഡ്സിൻ്റെ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വെയിറ്റ് എടുത്തെടുത്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഈവൻ ഇഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻക്രീസസ്, റവന്യൂ ഏൺഡ് അണ്ടർ സച്ച് ഡ്യൂട്ടി ഡസ് നോട്ട് ഇൻക്രീസ് കറസ്പോണ്ടിംഗ്ലി. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഗവൺമെൻറ്റിന് എന്ത് വേണം? റവന്യൂ വേണം. അപ്പം ഈ ഒരു രീതിയിൽ, ഈ ഒരു ബേസിസിൽ നമ്മൾ ഗുഡ്സിന് ടാക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ പ്രൈസ് ഇപ്പം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ടാക്സ് അധികം കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഫിക്സഡ് ആയിരിക്കും. അതിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഈ സ്പെസിഫിക് ഡ്യൂട്ടിയിൽ അതിനൊരു എഫക്റ്റ് ഇല്ല. സോ സ്പെസിഫിക് ഡ്യൂട്ടി നോ റിലേഷൻ വിത്ത് പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡ്യൂട്ടി അങ്ങനെ നേരെ ഓപ്പോസിറ്റ്, ആഡ് വാലറം ഡ്യൂട്ടിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഇതിന് പ്രൈസുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ല. സോ ഈ രണ്ട് ബേസിസിലാണ് നമ്മൾ ബേസിക്കലി കസ്റ്റംസ് ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ കമ്പൈൻഡ് റേറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഡ്യൂട്ടിയും വരാറുണ്ട്. അതായത് കോമ്പിനേഷൻ ഓഫ് ദ സ്പെസിഫിക് ആൻഡ് ആഡ് വാലറം ഡ്യൂട്ടി ഓൺ എ സിംഗിൾ പ്രോഡക്റ്റ്, അതിനെയാണ് കമ്പൈൻഡ് റേറ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് രണ്ടും കൂടെ കോമ്പിനേഷൻ ചേർത്തിട്ട് പറയും. അതായത് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ താരിഫ് മേ ബി ഫിക്സ്ഡ് അറ്റ് INR, ഇന്ത്യൻ റുപ്പി 100 പെർ ക്വിൻറ്റൽ പ്ലസ് 5% ആഡ് വാലറം. അതായത് ഇപ്പം താരിഫ് എന്ന് വെച്ചാൽ താരിഫിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ? താരിഫ് എന്ന് വെച്ചാൽ റേറ്റ് എന്നാണ്, ഒരു റേറ്റ്. ഇപ്പോൾ റേറ്റ് മേ ബി ഫിക്സ്ഡ് അറ്റ് INR 100 രൂപയ്ക്ക് പെർ ക്വിൻറ്റൽ. ക്വിൻറ്റൽ എന്ന് വെച്ചാൽ വെയ്റ്റിൻ്റെ ഒരു മെഷർമെൻറ്റാണ്. നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ക്വിൻറ്റലിൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പം 100 രൂപ പെർ ക്വിൻറ്റൽ. അപ്പോൾ അത് എന്താണ്? അത് സ്പെസിഫിക് ഡ്യൂട്ടിയായി. കണ്ടോ, വെയ്റ്റിൻ്റെ ബേസിസിൽ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും? സ്പെസിഫിക് ഡ്യൂട്ടി. കാരണം അതിൻ്റെ ഒരു ഫീച്ചറിൻ്റെ ബേസിൽ ഫിക്സ് ചെയ്തു. പ്ലസ് അത് കൂടാതെ 5% ആഡ് വാലറം. അപ്പോൾ അത് കൂടാതെ അതിൻ്റെ പ്രൈസിൻ്റെ 5% കൂടെ എക്സ്ട്രാ മേടിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ അതിൽ ടാക്സ് വരുന്നു. രണ്ട് ടാക്സും വരുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ വെയ്റ്റിൻ്റെ ബേസിൽ 100 രൂപയെ നമ്മൾ മേടിക്കുന്നുണ്ട്. അത് കൂടാതെ പ്ലസ് അതിൻ്റെ വാല്യൂവിൻ്റെ 5% മേടിക്കുന്നുണ്ട്. ഇതിനെയാണ് കമ്പൈൻഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒരു ബേസ് കണ്ടു. ഇനി നമ്മൾ കസ്റ്റംസ് ലോ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാം, എല്ലാ ടാക്സിനും അതിൻ്റെ പിറകിൽ എന്തുണ്ടാവും? കുറച്ച് ലോ ഉണ്ടാവും. ഗവൺമെൻറ്റിന് ചുമ്മാതൊന്നും ടാക്സ് മേടിക്കാൻ പറ്റില്ല. അതിന് വ്യക്തമായ നിയമങ്ങൾ കാണും. ഇപ്പോൾ കസ്റ്റംസിനെ റൂൾ ചെയ്യുന്ന ലോസ് എന്ന് പറയുന്നത്, ഒന്ന് കസ്റ്റംസ് ആക്റ്റാണ്. അപ്പോൾ കസ്റ്റംസ് ആക്ട് വന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഈ ഒരു ആരോ മാർക്കിട്ട് കാണിച്ചത്. ആദ്യം 1878 ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റം, ഇങ്ങനെ ടാക്സ് മേടിക്കണം എന്നുള്ളൊരു സിസ്റ്റം വന്നത്. അന്ന് വന്നപ്പം കസ്റ്റംസ് ആക്ട് എന്ന പേരിലൂടെയാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് അതായത് കടലിൽ കൂടെയാണ് കൂടുതലും ഇമ്പോർട്ടും എക്സ്പോർട്ടും നടന്നത്. ആ സമയത്ത് പ്ലെയിനും അങ്ങനെയൊന്നും ആയില്ല. ട്രെയിൻ ആണെങ്കിലും വലുതായിട്ട് ഇന്ത്യക്ക് പുറത്തോട്ടൊന്നും ഇല്ല. എല്ലാം കടലിൽ കൂടെയായിരുന്നു ഫുള്ള് ഇൻ്റർനാഷണൽ ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കസ്റ്റംസ് ആക്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്. അതിനുശേഷം 1894 ആയപ്പം ഇന്ത്യൻ താരിഫ് ആക്ട് എന്നും പറഞ്ഞ് വീണ്ടും അതിനെ പുതുക്കി. അതിനുശേഷം വീണ്ടും ദ ലാൻഡ് കസ്റ്റംസ് ആക്ട് 1924 എന്നും ആൻഡ് ദ എയർക്രാഫ്റ്റ് ആക്ട് 1934 എന്നും പറഞ്ഞ് രണ്ട് ആക്ട് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കി. അതായത് എയർക്രാഫ്റ്റൊക്കെ വന്ന ആ ഒരു തുടക്കത്തിലെ സമയത്ത്
അപ്പം എയർവേസിൽ കൂടെയും ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കാൻ തുടങ്ങിയ സമയമായപ്പോഴത്തേക്ക് ലാൻഡിന് സെപ്പറേറ്റ് കസ്റ്റവും, ലാൻഡ് എന്ന് പറയുമ്പം നമ്മൾ സി ഉൾപ്പെടുത്തിക്കൊണ്ട് ലാൻഡ് കസ്റ്റംസ് ആക്റ്റും അതുകൂടാതെ എയർക്രാഫ്റ്റിനും കൂടെ ആക്ട് കൊണ്ടുവന്നു. അതൊരുമിച്ച് ആക്കി. പിന്നീടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ലാൻഡിൻ്റെ, എയർക്രാഫ്റ്റിൻ്റെ, സീവേസ് എല്ലാം കൂടെ ചേർത്തിട്ട് കസ്റ്റംസ് ആക്ട് എന്നും പറഞ്ഞ് 1962 പാസ്സാക്കിയത്. അപ്പോൾ നിലവിൽ കസ്റ്റംസ് ആക്ട് 1962 ആണ് ഉള്ളത്. സോ ഫസ്റ്റ് ബേസിക്കലി കസ്റ്റംസ് ലോ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആക്റ്റാണ് കസ്റ്റംസ് ആക്ട് 1962. നിങ്ങളുടെ ഇൻകം ടാക്സ് ആക്ട് ഏത് വർഷത്തെ ആയിരുന്നു? ഓർമ്മയുണ്ടോ? ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. നെക്സ്റ്റ് ഇയറിൽ തന്നെ കസ്റ്റംസ് ആക്റ്റും ഇറങ്ങി. ഓക്കെ. ഇനി ഇത് കൂടാതെ ഇന്ത്യൻ താരിഫ് ആക്ട് അല്ലെ കസ്റ്റംസ് താരിഫ് ആക്ട് എന്നും പറഞ്ഞു ഒരു ആക്റ്റും കൂടെ ഉണ്ട്. അപ്പം ഇന്ത്യൻ താരിഫ് ആക്ട് 1894 എന്നും പറഞ്ഞ് ആദ്യം ഒരു ആക്ട് വന്നു. പിന്നീട് അതിനെ ഇന്ത്യൻ താരിഫ് ആക്ട് 1934 ആയപ്പോൾ വീണ്ടും കുറേ റിവൈസ് ചെയ്തു. ലാസ്റ്റിൽ ഇതിനെ റിവൈസ് ചെയ്ത് കൊണ്ടുവന്നത് കസ്റ്റംസ് താരിഫ് ആക്ട് എന്നും പറഞ്ഞ് 1975 ഇറങ്ങിയത്. അപ്പോൾ കസ്റ്റംസ് താരിഫ് ആക്റ്റിലാണ് താരിഫ്, പേരിലുണ്ട് താരിഫ് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് എത്രയെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്പെസിഫിക് ഗുഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കസ്റ്റംസ് താരിഫ് ആക്റ്റിലായിരിക്കും പറയുന്നത്. അപ്പോൾ കസ്റ്റംസ് ആക്റ്റിനകത്ത് ജസ്റ്റ് പ്രൊവിഷൻസ്, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ എങ്ങനെ നടത്തി പോകണം എന്നുള്ളതായിരിക്കും കസ്റ്റംസ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം കസ്റ്റംസ് താരിഫ് ആക്റ്റിൽ സ്പെസിഫിക് റേറ്റ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻകം ടാക്സ് ആക്റ്റിൽ നമ്മൾ പഠിച്ചതാണ് ഇൻകം ടാക്സിൻ്റെ റേറ്റ് എവിടെയാണ് പറയുന്നത്. ഒരിക്കലും ഇൻകം ടാക്സ് ആക്റ്റിൻ്റെ അകത്ത് ഇൻകം ടാക്സിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ അത് എവിടെയായിരിക്കും റേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഫിനാൻസ് ആക്റ്റിലായിരിക്കും ഇൻകം ടാക്സിൻ്റെ റേറ്റ് വരുന്നത്. അത് എല്ലാ വർഷവും റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇൻകം ടാക്സ് ആക്റ്റിൻ്റെ അകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിനാൻസ് ആക്റ്റിലായിരിക്കും എല്ലാ വർഷവും പുതുക്കിയ റേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് കസ്റ്റംസിന് അതിൻ്റെ റേറ്റ് വരുന്നതെല്ലാം കസ്റ്റംസ് താരിഫ് എന്ന് പറഞ്ഞൊരു ആക്റ്റിലാണ്. ദെൻ ഇത് കൂടാതെ കസ്റ്റംസ് ആക്റ്റും കസ്റ്റംസ് താരിഫ് ആക്റ്റും കൂടാതെ കുറച്ച് റൂൾസ് ഉണ്ട്, പിന്നെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അണ്ടർ കസ്റ്റംസ് ആക്ട്. ഇങ്ങനെ 5 കാര്യങ്ങൾ ചേരുന്നതാണ് കസ്റ്റംസ് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കസ്റ്റംസിനെ തീരുമാനിക്കുന്ന, ഗവേൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഒന്ന് കസ്റ്റംസ് ആക്ട്, ഒന്ന് കസ്റ്റംസ് താരിഫ് ആക്ട്, പിന്നെ റൂൾസും റെഗുലേഷൻസും, പിന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻസ് അണ്ടർ കസ്റ്റംസ് ആക്ട്. നമ്മളിനി ഈ ഓരോന്നും എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കസ്റ്റംസ് ആക്ട് 1962. അപ്പം ഇതാണ് ബേസിക് ആക്ട് ഫോർ ലെവി ഓഫ് കസ്റ്റം ഡ്യൂട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ കസ്റ്റംസ് ആക്ട് 1962 ആണ് ബേസിക് ആയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യാൻ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം പറയുന്ന ആക്ട്. So it contains various provisions relating to imports and exports of goods and merchandise as well as baggage of persons arriving in India, prohibitions on import and export, offences, penalties, etc. അപ്പോൾ ഇതിൻ്റെ അകത്താണ് എല്ലാ പ്രൊവിഷൻസും പറയുന്നത്. ഇമ്പോർട്ടിൻ്റെ സമയത്തും എക്സ്പോർട്ടിൻ്റെ സമയത്തും ഉള്ള പ്രൊവിഷൻസ്, അതായത് മെർക്കൻഡൈസ് എന്ന് പറയുമ്പം സെയിൽസ് ട്രാൻസാക്ഷൻ നടക്കുന്നതും, അതുപോലെ ആസ് വെൽ ആസ് ബാഗേജ് ഓഫ് പേഴ്സൺസ് അറൈവിങ് ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ളവരും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളുടെ എയർ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു ടാക്സ് വരും, കസ്റ്റംസ് ടാക്സും കൂടെ വരും. നിങ്ങളുടെ ബാഗേജിൻ്റെ ടാക്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാഗേജിനും ടാക്സ് ഉണ്ട്. ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ബാഗേജിൻ്റെ ടാക്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്, അടുത്ത മൊഡ്യൂളിലൊക്കെ പഠിക്കാനുണ്ട്. ബാഗേജിൻ്റെയൊക്കെ കേസിൽ എങ്ങനെയാണ് ടാക്സ് എന്നുള്ളതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടേഷനൊന്നും ഇല്ല, പേടിക്കണ്ട, നമ്മൾ തിയറി ലെവലിലേ പഠിക്കുന്നുള്ളൂ. ആൻഡ് പ്രൊഹിബിഷൻ, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ചില പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളിൽ ചില പ്രോഡക്റ്റ്സ് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് വരുന്നത്, അപ്പോൾ അത് തടയും. അതുപോലെ എക്സ്പോർട്ടിനും ചിലതിന് പ്രൊഹിബിഷൻസും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസും കസ്റ്റംസ് ആക്റ്റിലാണ് ഉള്ളത്. ദെൻ ദ ആക്ട് എക്സ്റ്റെൻസ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ. അതൊരു വലിയ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇൻകം ടാക്സ് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞത് ജമ്മു ആൻഡ് കശ്മീരിന് മാത്രം ഇല്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടെന്നാണ്. പക്ഷേ ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിലും അത് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ കസ്റ്റംസ് ആക്ട് ഇപ്പം ഹോൾ ഓഫ് ഇന്ത്യ, ഫുൾ ഇന്ത്യയിലും ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറയാം കസ്റ്റംസ് ആക്ടിൻ്റെ. ഫസ്റ്റ്, ടു റെഗുലേറ്റ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്. ഇമ്പോർട്ടിനെയും എക്സ്പോർട്ടിനെയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ? ഈ 2 രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, to decrease the imports in India into India and to save foreign exchange reserves
ദീസ് ഡ്യൂട്ടീസ് ആർ ലെവിഡ്. അപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ഒത്തിരി വന്നുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? രാജ്യത്തിലേക്ക് ഇങ്ങോട്ട് വരുത്തുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മണി നമ്മൾ കൊടുത്തിട്ടാണ് സാധനങ്ങൾ ഇങ്ങോട്ട് വരുത്തുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് കുറയുന്നു? നമ്മുടെ മണി വാല്യൂ ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പൈസ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇമ്പോർട്ടിന് എപ്പോഴും വലിയൊരു ടാക്സ് എമൗണ്ട് പറയുന്നത്. പിന്നെ ടു പ്രൊട്ടക്ട് ദ ഇന്ത്യൻ ഇൻഡസ്ട്രി ഫ്രം വേൾഡ് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്തുണ്ട്? ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കോമ്പറ്റീഷനായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള ഇൻഡസ്ട്രീസിന് ഒരു വലിയ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. സോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഓരോന്നിനും ഓരോ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ സെൻട്രൽ ഗവൺമെൻറ്. അത് നമുക്കറിയാം, ടാക്സ് ഈസ് ഓൾവേസ് എ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ്. അത് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കേസിലും അത് തന്നെയാണ്. ദെൻ ടു പ്രൊട്ടക്ട് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫ്രം ഡംപിങ്. ഡംപിങ് എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ? ഓഫ് കോഴ്സ് നിങ്ങൾ ലൈഫിൽ പലപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്ക് പറയുന്നതാണ്. ഇപ്പം വേസ്റ്റ് ഡംപ് ചെയ്യാമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന ഡംപിങ് അതല്ല. ഡംപിങ് ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് വരുമ്പം ഇപ്പം ഒരു രാജ്യത്തുള്ള പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള ഒരാൾക്ക് വേറൊരു രാജ്യത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അയാൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയാൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ പ്രോഡക്റ്റ് വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കും. പക്ഷേ ആദ്യമേ ചെന്ന് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോയി വിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആ രാജ്യത്തിൽ നമ്മുടെ പ്രോഡക്റ്റിന് സിമിലറായിട്ട് വേറെ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഡക്റ്റ് അവിടെയുള്ള പ്രോഡക്ട്സിൻ്റെ പ്രൈസിനേക്കാളും നന്നായിട്ട് വില കുറച്ചങ്ങ് വിൽക്കും. അവിടെയുള്ള ആൾക്കാർ വില കുറവായതുകൊണ്ട് പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിനെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, ചൈനീസ് പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഡംപിങ് പരിപാടി നടത്തുന്നത്. അപ്പം എല്ലാ പ്രോഡക്റ്റ്സ്, മിക്ക ഇലക്ട്രോണിക് പ്രോഡക്ട്സിനും ചൈനീസ് പ്രോഡക്റ്റ് കാണും. അപ്പോൾ അതിനായിരിക്കും ഏറ്റവും വിലക്കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രശ്നം അത് തന്നെയാണ്. പ്രൈസ് കുറവുള്ള ചീപ്പായിട്ടുള്ള സാധനത്തിന് നമ്മൾ പോകത്തുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. സോ ചൈനീസ് പ്രോഡക്ട്സ് നമ്മൾ കൂടുതലും മേടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് അതൊരു വലിയ ചാലഞ്ചായിരിക്കും. കാരണം ഡൊമസ്റ്റിക് പ്രോഡക്ട്സിന് വില കൂടുതലാണ്. നമ്മൾ ഫോറിൻ പ്രോഡക്റ്റാണ് അപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഡൊമസ്റ്റിക്കിൽ, അതായത് ഈ നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിന് ആ ലെവലിലേക്ക് വരാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ ഒരു പ്രോസസ്സിനെയാണ് ഡംപിങ് എന്ന് പറയുന്നത്. സോ ഈ ഡംപിങ്ങിൽ നിന്നും ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി അങ്ങ് ഹൈ ആക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് പ്രൈസ് കൂട്ടി വിറ്റാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതൊരു ലോസ് ആയിട്ട് മാറും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് കസ്റ്റംസ് ആക്ട് വന്നിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, പ്രൊവിഷൻസ് ഓഫ് കസ്റ്റംസ് ആക്ട് ആർ യൂസ് ഫോർ അതർ ആക്ട്സ് ലൈക്ക് ഫോറിൻ ട്രേഡ്, ഫെമ, അങ്ങനെയുള്ള. അപ്പം ഇതിൻ്റെ പ്രൊവിഷൻസ് മറ്റുള്ള ആക്റ്റുകളിലും കൂടെ ആപ്ലിക്കബിൾ ആണ്. അപ്പം അതിൻ്റെ കേസ് എടുക്കുമ്പോഴും കസ്റ്റംസ് ആക്റ്റിലെ പല കാര്യങ്ങളുമായിരിക്കും അവിടെയും യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഇനി നെക്സ്റ്റ്, കസ്റ്റംസ് താരിഫ് ആക്ട്. നമ്മൾ പറഞ്ഞു താരിഫ് എന്ന് വെച്ചാൽ റേറ്റ് എന്നാണ് അർത്ഥം. കസ്റ്റംസ് താരിഫ് ആക്റ്റിലായിരിക്കും സ്പെസിഫൈ ദ റേറ്റ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് 2 ഷെഡ്യൂൾസ്. 2 ഷെഡ്യൂളുണ്ട് ഇതിന്. ഒന്ന് ഷെഡ്യൂൾ 1 വിച്ച് ഈസ് നോൺ ആസ് ഇമ്പോർട്ട് താരിഫ് ആൻഡ് ഷെഡ്യൂൾ 2 വിച്ച് ഈസ് നോൺ ആസ് എക്സ്പോർട്ട് താരിഫ്. അപ്പോൾ പേരിൽ തന്നെ നിങ്ങൾക്കറിയാം, ഷെഡ്യൂൾ 1 എന്തായിരിക്കും കൊടുത്തിരിക്കുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ താരിഫ് എത്രയെന്നായിരിക്കും. അപ്പോൾ ഇമ്പോർട്ട് താരിഫ് എന്ന് വെച്ചാൽ ഗുഡ്സ് ലയബിൾ ടു ഇമ്പോർട്ട് ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്. അപ്പം ഏതൊക്കെ ഗുഡ്സ് ആയിരിക്കും ഇമ്പോർട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് എന്നുള്ളതായിരിക്കും ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ അതിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ എക്സ്പോർട്ട് താരിഫിൽ എന്തൊക്കെ പറയും? ഗുഡ്സ് ലയബിൾ ടു എക്സ്പോർട്ട് ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്. ആ ഗുഡ്സ് ഏതൊക്കെയെന്ന് പറയും, അതിൻ്റെ റേറ്റും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞു കസ്റ്റംസ് ആക്റ്റും കസ്റ്റംസ് താരിഫ് ആക്റ്റും കൂടാതെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റൂൾസ് എന്ന് വെച്ചാൽ കസ്റ്റംസ് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. സെക്ഷൻ 156 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962 empowers the central government to make rules consistent with this act. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കസ്റ്റംസ് ആക്ട് കൊടുക്കുന്ന പവറാണ് റൂൾസ് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ റൂൾസ് എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ റൂൾസിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രൊവൈഡ്സ് അല്ലെങ്കിൽ ഇറ്റ് മേ പ്രൊവൈഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു
ദ മാനർ ഓഫ് ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. അപ്പം നമുക്കറിയാം നമ്മുടെ എക്കോണമി ഓരോ വർഷവും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം എല്ലാ വർഷവും ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ആക്ട് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനും ഒക്കത്തില്ല. സോ ആക്ടിൻ്റെ അകത്ത് എപ്പോഴും ഏകദേശം ഫ്ലെക്സിബിൾ ആയിരിക്കുമെങ്കിലും കുറച്ച് ഫിക്സഡ് നേച്ചറിലുള്ള പ്രൊവിഷൻസ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണലായിട്ട് റൂൾസും അതുപോലെയുള്ള റെഗുലേഷൻസും ഒക്കെ ഇറക്കുന്നത്. സോ ഈ റൂൾസ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റൂൾസിലായിരിക്കും നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് ഏത് രീതിയിൽ നിശ്ചയിക്കണം എന്നുള്ള മാനേഴ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഈ റൂൾസിലായിരിക്കും. അത് ആരാണ് ആർക്കാണ് അതിനുള്ള അധികാരം? സെൻട്രൽ ഗവൺമെൻറ്റാണ്, അത് ഓർക്കണം. ദെൻ ഡ്യൂട്ടി ഡ്രോബാക്ക്. ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 18 months നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്ന് വെച്ചോ, നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം നമുക്ക് എന്ത് വേണം? മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. നമ്മുടെ നാട്ടിലെങ്ങും ആ റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറം രാജ്യങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽ മേടിക്കും. അപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ് ടാക്സ് കൊടുക്കും. എന്നിട്ട് ലൈക്ക് വിത്തിൻ ഒരു 10 months നമ്മൾ ആ മൊബൈൽ ഉണ്ടാക്കിയെന്ന് വെച്ചോ, എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അടച്ച ഡ്യൂട്ടി നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇതിനെയാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ, നമ്മൾ മേടിച്ച പ്രോഡക്റ്റ് നമ്മൾ ശരിക്കും യൂസ് ചെയ്തില്ല, നമ്മൾ അതിനെ വേറൊരു പ്രോഡക്റ്റായിട്ട് കമ്പൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു, വേറെ ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെയുള്ള എക്സ്പോർട്ടേഴ്സിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ സ്കീമാണ് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അവർ വിത്തിൻ 18 months തന്നെ ഒരു സംഭവം ഇമ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും അത് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ വിത്തിൻ 18 months, അതൊരു പീരീഡാണ്. 18 മാസം കഴിഞ്ഞു പോയാൽ പിന്നെ എക്സ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ വിത്തിൻ 18 months ആണെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അടച്ച ഇമ്പോർട്ട് ഡ്യൂട്ടി തിരിച്ച് കിട്ടും. ദെൻ ബാഗേജ് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് വരുന്നത്? ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവലേഴ്സിൻ്റെ ബാഗേജിന് കൊടുക്കുന്ന ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൻ്റെ മാനർ എങ്ങനെയാണെന്നും ഇതിലാണ് പറയുന്നത്. ദെൻ ഡിറ്റൻഷൻ ആൻഡ് കോൺഫിസ്കേഷൻ ഓഫ് ഗുഡ്സ്. ഇതെന്ന് പറയുന്നത് ഇപ്പം കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട സമയത്ത് ഒരു വ്യക്തി അത് അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ ഗുഡ്സ് എല്ലാം കൂടെ ഡിറ്റൻറ്റ് ചെയ്ത് വെക്കും ഗവൺമെൻറ്. ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ പിടിച്ചെടുക്കും, എന്നിട്ട് ഗവൺമെൻറ് വെച്ചിരിക്കും. സംഭവം ഓണർഷിപ്പൊക്കെ അയാളുടെ തന്നെ, അയാളുടെ ഗുഡ്സൊക്കെ തന്നെ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കും. പക്ഷേ അയാൾ കസ്റ്റംസ് ഡ്യൂട്ടി ടാക്സ് കംപ്ലീറ്റ് അടച്ചാൽ മാത്രമേ അയാളുടെ ഗുഡ്സ് തിരിച്ചു കൊടുക്കത്തുള്ളൂ. അത് പിടിച്ചെടുത്ത് വെക്കുക എന്നാണ് ഡിറ്റൻഷൻ്റെ മീനിങ്. ഇനി കോൺഫിസ്കേഷൻ എന്ന് വെച്ചാൽ ഒരു ടൈം പീരീഡ് കൊടുക്കും. കസ്റ്റംസ് ഡ്യൂട്ടി ഫുൾ എമൗണ്ട് അടച്ചു തീർക്കാൻ ഒരു സമയം കൊടുക്കും. ആ സമയത്തിനുള്ളിൽ അയാൾ അടച്ചില്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് തന്നെ ആ ഗുഡ്സ് ഗവൺമെൻറ് സ്വന്തമായിട്ട് അങ്ങ് കൈക്കലാക്കും. ഇതിനെയാണ് കോൺഫിസ്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം മാനർ എങ്ങനെ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട രീതി എങ്ങനെയെന്നുള്ളതൊക്കെയാണ് ടൈം ടു ടൈം അത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് റൂൾസിൻ്റെ അകത്ത് വരുന്നത്. ഈ റൂൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇതിന് പവർ കൊടുക്കുന്നത് സെക്ഷൻ 156 ഓഫ് കസ്റ്റംസ് ആക്ട് ആണ്. ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് റെഗുലേഷൻസ്. റെഗുലേഷൻ എന്ന് പറയുന്ന അടുത്ത സെക്ഷൻ 157 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962 empowers the Central Board of Indirect Taxes and Customs. അപ്പം നേരത്തെ പറഞ്ഞ 156 സെക്ഷൻ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ് പവർ കൊടുക്കുന്നതെങ്കിൽ അടുത്ത സെക്ഷൻ 157 സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിനാണ് പവർ കൊടുക്കുന്നത്. റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള പവർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിനാണ് കൊടുക്കുന്നത്. അപ്പം റെഗുലേഷൻ എന്ന് പറയുമ്പം ഇതുപോലൊക്കെ തന്നെയാണ്. ഈ റൂൾസ് അല്ലാത്ത വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം കൊറോണ വന്ന സമയത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ റെഗുലേഷൻസിൻ്റെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ വ്യത്യാസം, റൂൾസും റെഗുലേഷനും തമ്മിലുള്ളൊരു വ്യത്യാസം, ഇങ്ങനെ ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഫസ്റ്റ്, റൂൾസ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, അതേസമയം റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് CBIC ഒക്കെ പഠിച്ചു വെച്ചോ. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കും. CBIC എന്ന് വെച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. ഈ ബോർഡാണ്, അല്ലെങ്കിൽ ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അതോറിറ്റി ഉള്ള ഒരു ബോർഡ്. ദെൻ അണ്ടർ സെക്ഷൻ 156, റൂൾസ് എന്ന് പറയുന്നത് സെക്ഷൻ 156 ആണ്, റെഗുലേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 157 ആണ്. ലാസ്റ്റ് റൂൾസ് എന്ന് പറയുന്നത്
നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് പാസ് ചെയ്യുന്നത്. സോ പാർലമെൻറ്റിൽ കൂടെ പാസ്സായാൽ മാത്രമേ അത് നിലവിൽ വരുള്ളൂ. അതേസമയം റെഗുലേഷൻസ് ബോർഡ് പാസ് ചെയ്യുന്നതായതുകൊണ്ട് പാർലമെൻറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സോ ഇനി ഇത് കൂടാതെ ലാസ്റ്റിൽ ഞാൻ ഒരു സാധനം കൂടെ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ അണ്ടർ കസ്റ്റംസ് ആക്ട്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ റിട്ടൺ പ്രിൻറ്റഡ് മാറ്റർ ദാറ്റ് ഗീവ്സ് നോട്ടീസ്. നോട്ടീസിന് വേണ്ടി കൊടുക്കുന്ന മാറ്റർ. ഇപ്പം നിങ്ങൾ തന്നെ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. കേരള യൂണിവേഴ്സിറ്റിയിൽ പത്രക്കുറിപ്പെന്ന് പറയും. ഇതിനെ നമ്മൾ നോട്ടിഫിക്കേഷൻ സർക്കുലർ എന്നൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ കസ്റ്റംസ് ആക്ടിന് എന്തുണ്ട്? ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിന് അധികാരമുള്ളത്. സോ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ബീൻ എംപവേർഡ് ടു ഇഷ്യൂ നോട്ടിഫിക്കേഷൻ അണ്ടർ വേരിയസ് സെക്ഷൻസ് ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962. നോട്ടിഫിക്കേഷൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. ഇനി ഈ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം? നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ഗ്രാൻഡ് ഓഫ് പാർഷ്യൽ ഓർ ഫുൾ എക്സംഷൻ ഫ്രം ഡ്യൂട്ടി, അതുപോലെ പ്രൊഹിബിഷൻ ഓഫ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എക്സെട്ര. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ വരുന്നത്. അതായത് എന്തെങ്കിലും എക്സംഷൻ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത്, പെട്ടെന്ന് ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് എക്സംഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് എക്സംഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രോഡക്റ്റ് കുറച്ച് കാലത്തേക്ക് ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങളിപ്പോൾ കേട്ട് കാണും, ചൈനീസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഇനിയും നമ്മൾ വരുത്തുന്നില്ല, നമ്മൾ ഇന്ത്യ തന്നെ സെൽഫ് എംപവേർഡ് ആവാൻ പോവുകയാണെന്നുള്ള ഒരു സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇനി കുറച്ച് കാലത്തേക്ക് ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഇമ്പോർട്ടിനൊക്കെ റെസ്ട്രിക്ഷൻസ് വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിലാണ് സെൻട്രൽ ഗവൺമെൻറ് ആണത് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കസ്റ്റംസ് ആക്ട് അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് ഞാൻ പതുക്കെ അയച്ചു തരാം. അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു സ്ലൈഡ് ഉള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോയിലെ സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, so thank you. ആൻഡ് അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് പറയുന്നതായിരിക്കും. ഓക്കെ.